ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ യേശുവിൽ ആശ്രയിക്കുക എന്നുള്ളതും യേശുവിനെ വിശ്വസിക്കുക എന്നുള്ളതുമാണ് നമ്മൾക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. യേശുവിലായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കടിച്ചു തൂങ്ങി കിടക്കാതെ എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകാതിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം വിജയമുണ്ടായിരിക്കും. ജീവിതത്തിൽ വിജയിച്ച ഒരു വ്യക്തിയാണ് ഡേവിഡ് എന്ന് പറഞ്ഞാൽ, അല്ലെ. ഡേവിഡിന് കുറ്റങ്ങളില്ലായിരുന്നു എന്ന് ഞാൻ ഒരിക്കൽ പോലും പറയുന്നില്ല. ഡേവിഡും പാപം ചെയ്തതാണ്. പക്ഷേ ആ പാപം ഏറ്റു പറഞ്ഞുകൊണ്ട് യേശുവിലേക്ക്, ദൈവത്തിലേക്ക്, യേശു എന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവരൊന്നാണ്. അപ്പം പിതാവിലേക്ക് തിരിച്ചു വന്നു പറഞ്ഞാൽ യേശുവിലേക്ക് തിരിച്ചു വന്നു തന്നെ അർത്ഥം, അല്ലെ. അപ്പം ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു മനസ്സ് കാണിച്ച ഒരു വ്യക്തിയാണ് ഡേവിഡ്. ഡേവിഡ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരെങ്കിലും അവരുടെ കുതിരകളെയും ചിലരെങ്കിലും അവരുടെ രഥങ്ങളെയൊക്കെ ആശ്രയിക്കുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ നാമത്തെയാണ്, അല്ലെ. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച ഒരു വ്യക്തിയെ പോലും ഒരിക്കൽ പോലും പരാജയപ്പെട്ടു പോയിട്ടില്ല ജീവിതത്തിൽ എന്നാണ് ഡേവിഡ് പറയുന്നത്. അപ്പോൾ ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്നും ഗുണങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ദൈവത്തിലേക്ക് നമ്മുടെ ജീവിതം കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിന് അത് വിജയം മാത്രമേ കൊണ്ടുവരത്തുള്ളൂ. അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങനെ പോലൊരു ദൈവമില്ലല്ലോ കർത്താവേ. ഓ ലോർഡ് ഗോഡ് ഓൾമൈറ്റി ഫാദർ ഗോഡ്, ഈ ലോകത്തിൽ ആരെങ്കിലും ഒന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ മാത്രമാണല്ലോ കർത്താവേ. അങ്ങ് മാത്രമാണല്ലോ കർത്താവ്. ഞങ്ങളെ ചീറ്റ് ചെയ്യാത്ത ഒരാളുണ്ടെങ്കിൽ കർത്താവേ, അങ്ങ് മാത്രമല്ലോ കർത്താവ് ഞങ്ങളുടെ കൂടെ നിൽക്കുകയുള്ളൂ കർത്താവേ. മാതാപിതാക്കൾ, സഹോദരനും, ഹസ്ബൻഡും, വൈഫും, മക്കളും എല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ച് പോയേക്കാം. പക്ഷെ കർത്താവേ, അങ്ങ് ഒരിക്കൽ പോലും ഞങ്ങൾ ഉപേക്ഷിച്ച് പോകത്തില്ല. നന്ദി പിതാവേ. ഒരിക്കൽ പോലും മാറിപ്പോകാത്ത അങ്ങയുടെ സ്നേഹത്തിനായിട്ട് കർത്താവ്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്നേഹം കൊണ്ട് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. അതിനായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ട് മുതലായിട്ട് നന്ദി പറയുന്നു. പിതാവേ, ഞങ്ങളുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമുക്ക് സങ്കീർത്തനം 20 എന്ന് വായിക്കാം. സങ്കീർത്തനം 20 എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനമാണ്. ചെറിയൊരു സങ്കീർത്തനം. അതിന്റെ 7-8 വാക്കുകൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഡേവിഡാണ് അതിന്റെ ഓതർ. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനത്തിൽ 20 വാക്കുകൾ 7-8 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമം കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. ഡേവിഡിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിന്റെ ഹൃദയത്തിന് പുറകെ നടന്നൊരു വ്യക്തി. ഡേവിഡിന് ദൈവത്തോട് വളരെയധികം ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഡേവിഡിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഡേവിഡ് പാപം ചെയ്തിട്ടുണ്ട്, അല്ലെ. കുറച്ച് പാവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എത്രമാത്രം പാപം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കുറെയെങ്കിലും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം ദൈവം ഡേവിഡിനോട് പൊറുക്കുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ ഡേവിഡ് റിപ്പന്റ് ചെയ്തുകൊണ്ട് മാനസാന്തരപ്പെട്ടുകൊണ്ട് തിരിച്ചു വരാൻ ഒരു മനസ്സ് കാണിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ നമ്മളൊരു കിങ് ശൗൽ അല്ലെ സോളിന്റെ ജീവിതത്തിലേക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ കിങ് സോളിന് ഇല്ലാതിരുന്ന ഒരു സ്വഭാവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ, അല്ലെ, ഒരു മാനസാന്തരപ്പെട്ടുകൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ ഉള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല. ഡേവിഡ് ചെയ്തത്രയും പാപം ചെയ്ത വ്യക്തി ആയിരുന്നില്ല കിങ് സോൾ എന്ന് വിചാരിച്ചു. പക്ഷേ ചെറുതാണെങ്കിൽ പോലും ദൈവത്തിന്റെ കണ്ണിൽ പാപങ്ങൾ, അല്ലെ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പാപമാണല്ലോ, അല്ലെ. പാപം ദൈവത്തിന് എത്ര ചെറുതൊട്ടുള്ള പാപമാണെങ്കിൽ ഇപ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ അകറ്റുകയോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ റിപ്പന്റ് ചെയ്തുകൊണ്ട് മാനസാന്തരപ്പെട്ടുകൊണ്ട് തിരിച്ച് ദൈവത്തിലേക്ക് വരിക. പക്ഷെ സോൾ അതിന് താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഡേവിഡ് അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നില്ല. ഡേവിഡ് എന്നും ദൈവത്തിന്റെ ഹൃദയത്തിന് പുറകെ നടന്നൊരു വ്യക്തി. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ദൈവമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി. അതുകൊണ്ടാണ് തന്നെയാണ് ദൈവത്തിന് ഒരു പ്രത്യേക താല്പര്യമില്ല. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, ഓൾഡ് ടെസ്റ്റ്മെന്റ് ഒക്കെ വായിക്കുമ്പോൾ, ന്യൂ ടെസ്റ്റ്മെന്റിലൊക്കെ ഡേവിഡിന്റെ എന്താ പറയുക പേര് വരുന്നുണ്ടല്ലോ, അല്ലെ. ഇപ്പൊ റെവലേഷന്റെ അകത്ത്, വെളിപാട് പുസ്തകത്തൊക്കെ എഴുതിയിരിക്കുന്നത് ഡേവിഡിന്റെ എന്താ പറയുക റൂട്ടും ഓസ്പ്രിങ്ങുമാണ് ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ. യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അവർ തമ്മിൽ, അല്ലെ. ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ദൈവത്തിന്റെ ഹൃദയത്തില് ഡേവിഡിന്. അപ്പൊ ആ ഡേവിഡ് പറയുവാണ്, ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കുന്നു. അപ്പൊ ഡേവിഡിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുണ്ടായിരുന്ന വ്യക്തി എന്ന് പറഞ്ഞ ദൈവമായിരുന്നു, അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഹൃദയത്തിന് പുറകെ നടന്നിരുന്ന വ്യക്തി എന്ന് പറഞ്ഞപ്പോ 16-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡേവിഡ് ഇങ്ങനെ
പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അല്ലെ? എൻ്റെ വലഭാഗത്താണ് എൻ്റെ ദൈവം. അതുകൊണ്ട് ഞാൻ മൂവ് ചെയ്യത്തില്ല, ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഉണ്ടായിട്ടുണ്ട്, അല്ലെ? അതുകൊണ്ട് ഒന്നും ഒരു പ്രശ്നമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദൈവം എൻ്റെ ഒപ്പമുണ്ട്. ഡേവിഡിന് അത്ര അധികം എന്താ പറയുക ഒരു മനഃശക്തിയായിരുന്നു ഉണ്ടായിരുന്നത്. ദൈവം കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട്. അല്ലാതെ ഡേവിഡ് ഒരു ആസ് എ പേഴ്സൺ ഭയങ്കര മനഃശക്തിയുള്ള വ്യക്തിയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ദൈവം കൂടെയുണ്ട്. എന്നുള്ള ആ ഒരു അറിവ്, അല്ലെ? എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ച് കളയത്തില്ല. അങ്ങനെ ഒരു 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 എന്താ പറയുക ഒരു ഒരു കോൺഫിഡൻസ്, ദൈവത്തിലുണ്ടായിരുന്ന കോൺഫിഡൻസ്, ആ ഒരു ട്രസ്റ്റ്, അതാണ് ഡേവിഡിനെ ഡേവിഡാക്കി തീർത്തത്, അല്ലെ? ദൈവത്തിലുള്ള ആ ഒരു വിശ്വാസം, അത് ഡേവിഡിനെ ഡേവിഡാക്കി തീർക്കുക ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാകുമ്പോൾ ഇവിടെ ഡേവിഡ് പറയാ, പലരും പല കാര്യങ്ങളിലാണ് അവർ ട്രസ്റ്റ് വെക്കുന്നത്. പലരും പലതിനെയാണ് ആശ്രയിക്കുക. ചില രഥങ്ങളെ, ചില കുതിരകളെ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഡേവിഡിന്റെ ഒക്കെ സമയത്ത് രഥങ്ങളും കുതിരകളും ഒക്കെ ആണല്ലോ വലിയ വലിയ കാര്യങ്ങൾ, അല്ലെ? എത്രമാത്രം എന്താ പറയുന്നത്, ആടുകളും ആട്ടുകൊറ്റന്മാരും കാളകൾ കൊണ്ടെന്നുള്ളതൊക്കെ ആണല്ലോ അന്നത്തെ വലിയ കാര്യം. ഇപ്പൊ എബ്രഹാമിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എബ്രഹാം വളരെയധികം റിച്ച് ആയിരുന്നു, അല്ലെ? നമുക്കറിയാം ഇത് ജനസസിലേക്ക്, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എബ്രഹാമിനെ പറ്റി. എബ്രഹാം ഭയങ്കര അധികം റിച്ച് ആയിട്ടുള്ള ഒരാളായിരുന്നു, ഭയങ്കര പണമുള്ള ഒരാളായിരുന്നു. എങ്ങനെയുണ്ട്, എബ്രഹാമിന് ഒരുപാട് സ്വർണ്ണം ഉണ്ടായിരുന്നു, വെള്ളി കൊണ്ടായിരുന്നു, പിന്നെ കുറേയധികം കാളകളും മാടുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ അതായിരുന്നു അന്നത്തെ കാലത്ത്, അന്നത്തെ സമയത്ത് പണം ഉള്ളത് എന്നുള്ളതിന്റെ ഒരു സിമ്പിൾ ആയിട്ട്, അല്ലെ? അങ്ങനെ ആടുകളും മാടുകളും കാളകളൊക്കെ ഉള്ളത്. അപ്പൊ ഡേവിഡിന്റെ സമയം, ഇപ്പൊ ഡേവിഡ് കിങ് രാജാവാണ്. അപ്പൊ പറയുക, കുതിരകളും രഥങ്ങളെയും പറ്റിയൊക്കെ പറയുന്നല്ലേ, വളരെയധികം രഥങ്ങളുണ്ട്, വളരെ കുതിരകളുണ്ട്. അപ്പോൾ ഡേവിഡ് ഇവിടെ പറയുക, പലരും അവരെ ആശ്രയിക്കുന്നത് ബേസിക്കലി പറയുകയാണ് ഈ ലോകത്തുള്ള കാര്യത്തെ പറ്റിയാണ്. പക്ഷെ നമ്മളുടെ ആശ്രയം നമ്മളുടെ ദൈവമായ യഹോവയിലായിരിക്കണം, അല്ലെ? യഹോവയുടെ നാമത്തെ കീർത്തിക്കും, അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ യഹോവയെ നമ്മൾ ട്രസ്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ദൈവത്തെ നമ്മൾ വാഴ്ത്തുക തന്നെ ചെയ്യും. അവിടെയാണ് നമ്മളുടെ വിജയം ഇരിക്കുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ ഡേവിഡ് പറയുക, അവർ കുനിഞ്ഞു പോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. അപ്പൊ അവർ കുനിഞ്ഞു പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള ആൾക്കാർ കുനിഞ്ഞു പോയി, നമ്മൾ കുനിഞ്ഞു പോയിട്ടില്ല എന്ന് ഡേവിഡ് പറയുന്നില്ല. പക്ഷെ പറയുന്നത് വെച്ചാല് നമ്മൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. നമ്മളും കുനിഞ്ഞു പോകാം, അല്ലെ? ദൈവത്തിന്റെ മക്കളും കുനിഞ്ഞു പോകാം. അത് ചാൻസ് ഉണ്ട്. ഡേവിഡിന്റെ ജീവിതത്തിൽ തന്നെ വീഴ്ച പറ്റിപ്പോയതാണ്. പക്ഷെ ആ വീണെടുത്ത് കടന്നു പോയില്ല, അല്ലെ? അങ്ങനെ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ ലോകത്തുള്ളവര് ആ കടന്നു വരത്തിലങ്ങ് ആയി പോവുക, അല്ലെ? വീണ് ഒരു പ്രാവശ്യം വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ വഴിതെറ്റിയ ഒരു ഒരു അങ്ങനെ ഒരു ഒരു കുത്തൊഴുക്കിൽ പെട്ടങ്ങ് പോവുക ചെയ്യുന്നത്. പക്ഷെ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നില്ല. ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. കാരണം ഈ ലോകത്തുള്ളവർക്ക് ഇല്ലാത്തൊരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, തങ്ങളുടെ നേരെ കൈനീട്ടാൻ ലോകത്തിലെ മനുഷ്യർക്ക് ഇല്ലാത്തൊരു കാര്യം ദൈവത്തിന്റെ മക്കൾക്കുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ വീണു പോയെങ്കിൽ പോലും നമ്മളുടെ നേരെ കൈനീട്ടാൻ ഒരു കൈ ഉണ്ട് അവിടെ, അല്ലെ? എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ട് നമ്മളുടെ കൂടെ. നമ്മൾക്ക് താങ്ങായിട്ട് നിൽക്കാൻ, നമ്മളെ വീണ അവസ്ഥയിൽ നിന്ന് നമ്മളെ പൊക്കിക്കൊണ്ട് വരാൻ നമ്മളെ എന്ന് സഹായിക്കുന്ന ഒരു ദൈവം നമ്മുടെ ഒപ്പമുണ്ട്, അല്ലെ? അപ്പൊ ഇത് ഡേവിഡ് എന്ന് പറയുമ്പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് ടൈമിൽ, അല്ലെ, ഓൾഡ് കവനന്റിന്റെ കീഴിൽ വരുന്ന ഒരാൾ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വിചാരിച്ചു നോക്കിയ, യേശുക്രിസ്തുവിന്റെ ചങ്കില ചോര കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ, അല്ലെ? അപ്പൊ അന്ന് ഡേവിഡിന് അത്രയും കോൺഫിഡൻസ് ആണ് ദൈവത്തിലെങ്കിൽ ഇന്ന് എത്രമാത്രം കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം ദൈവം യേശുക്രിസ്തു തന്റെ ജീവൻ കൊടുത്തിട്ടാണ് നമ്മളെ വീണ്ടെടുത്തതെന്ന് ഓർത്തോണം, അല്ലെ? ആ നമ്മളെ വീണ്ടെടുത്ത ആ വ്യക്തികളെ ഒരിക്കൽ പോലും വിട്ട് കളയത്തില്ല യേശുക്രിസ്തു. അപ്പൊ നമ്മളുടെ ദൈവം നമ്മുടെ ഒപ്പമുണ്ട്. ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ വരുമ്പോ പ്രശ്നങ്ങളില്ലായിരിക്കുമ്പോഴും ദൈവത്തിലായിരിക്കട്ടെ നമ്മളുടെ ആശ്രയം. ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ എന്നും എല്ലാ കാലത്തും രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. എല്ലാ കാലത്തും നന്മയിലേക്ക് നീങ്ങിയിട്ടുള്ളൂ, അല്ലെ? ഒരു ഡിഗ്രി ഗ്ലോറിയിൽ നിന്ന് അടുത്ത ഡിഗ്രി ഗ്ലോറിയിലേക്ക് പോയിട്ടുള്ളൂ. കാരണം യേശു നമ്മുടെ കൂടെ ഉണ്ട്, അല്ലെ? നമ്മൾ യേശുവിലാണ്. കൊളോസ്യർക്ക് ലേഖനത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവൻ എഫേസ്യർക്ക് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്, അല്ലെ? നമ്മൾ യേശുവിലാണ്, നമ്മൾ യേശുവിൽ ഹിഡൻ ആണ്. അപ്പൊ നമുക്കൊരു എഫേസ്യർക്ക് ലേഖനത്തിന്റെ 1-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 5-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഫൗണ്ടേഷൻ ഓഫ് ദ എർത്ത്, അല്ലെ? എന്താ പറയണം,
4ഉം 5ഉം വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ ദൈവം ചൂസ് ചെയ്തിരിക്കുന്നു, നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുവാണ് യേശുക്രിസ്തുവില്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഹോളി ആയിരിക്കും, ബ്ലെയിംലെസ് ആയിരിക്കണം. ലോകത്തിന്റെ ആരംഭത്തിന് മുമ്പേ, ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ ദൈവം ഈ ലോകത്തെ ഫൗണ്ട് ചെയ്യുന്നതിന് മുമ്പേ, ഈ എന്താ പറയുക എർത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മളെ തെരഞ്ഞെടുത്തതാണ്. മുമ്പേ നമ്മൾ ദൈവത്തിലായിരുന്നവരാണ് അല്ലെ. നമ്മൾ പോലും അറിയണമെന്നില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ, നമ്മളെ തിരക്കി നമ്മുടെ യേശു വന്നതാണ് അല്ലെ. നമുക്കറിയത്തില്ല, നമ്മുടെ പേര് അവന്റെ ഹൃദയത്തിൽ നേരത്തെ എഴുതി വെച്ചിരുന്നു അല്ലെ. നമ്മളെ സെറ്റപ്പാർട്ട് ചെയ്തതാണ്. എന്താന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളാക്കാൻ വേണ്ടി, ദൈവത്തിന്റെ മക്കളാക്കുന്നതിന് വേണ്ടി. അങ്ങനെയുള്ളൊരു ദൈവം നമ്മൾ ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയത്തില്ല. നിങ്ങൾക്ക് ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സൈറ്റന്റെ പണിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ദൈവത്തില് ഹൃദയം കൊടുത്ത്, ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ജീവിതത്തെയും കൊടുത്ത് ട്രസ്റ്റ് ചെയ്യൂ അല്ലെ. അപ്പൊ ട്രസ്റ്റ് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വ്യക്തിനെ അറിയുമ്പോഴാണ് അല്ലെ. ഒരു വ്യക്തിനെ അറിയുമ്പോഴാണ് നമുക്ക് അവരെ വിശ്വസിക്കാൻ സാധിക്കുന്നത്. ഇന്ന് പലർക്കും യേശുവിനെ ട്രസ്റ്റ് ചെയ്യാനോ യേശുവിന്റെ ഒപ്പം നടക്കാനോ, ക്രിസ്ത്യാനികളുടെ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ബാക്കി വേറെയുള്ളവരെ, ഈ ലോകത്തുള്ളവരെ കാര്യമല്ല പറയുന്നത്. പലരും പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ജീവിതം ദൈവത്തിന്റെ കയ്യിലേക്ക് കംപ്ലീറ്റ്ലി സമർപ്പണം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, പലരും ഇങ്ങനെ, അതിന് മുമ്പായിട്ട് പറയട്ടെ, പലരും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് പല കാര്യങ്ങളും ട്രൈ ചെയ്തതിന് ശേഷം ദൈവത്തിലേക്ക് തിരിച്ചു വന്ന് ദൈവത്തിന്റെ കൈകളിലേക്ക് ജീവിതം കൊടുക്കുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന പല ആൾക്കാരും ചർച്ചിലൊക്കെ ഉള്ളവരെ പറ്റിയാണ് പറയുന്നത്. അത് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെ യേശുവിന് നമുക്ക് അറിയത്തില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ നമ്മള് വിശ്വസിക്കുക എന്ന് പറയുന്നതും, ഒരു വ്യക്തിയെ വിശ്വസിക്കുക എന്ന് പറയുന്നതും, ഒരു വ്യക്തിയെ അറിയുക എന്ന് പറയുന്നതും രണ്ടും രണ്ടായിട്ടുള്ള കാര്യമാണ് അല്ലെ. നമ്മൾക്ക് ഇപ്പൊ നമ്മള് എന്താ പറയാ, നമുക്ക് നമ്മുടെ കൊളീഗിനെ നമുക്ക് വിശ്വാസമാണ് അല്ലെ. നമുക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ, നമ്മുടെ അയൽക്കാരെയൊക്കെ നമുക്ക് വിശ്വാസമാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് സമാധാനത്തോടെ കടന്നുറങ്ങാൻ പറ്റുന്നത് അല്ലെ. അവര് നമ്മള് ഉപദ്രവിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊന്നും നമുക്ക് പണിയത്തൊന്നുമില്ല, നമുക്ക് എതിരായിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട് അവരുടെ പുറത്ത്. അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. പക്ഷെ ഒരു വ്യക്തിനെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറെന്റ് ആണ് അല്ലെ. നമുക്ക് ഒരു അറിവ്, ഒരു വ്യക്തിനെ പറ്റി ഒരു അറിവുണ്ടായി കഴിഞ്ഞാൽ, ഈ വ്യക്തി എന്റെ കൂടെ ഉണ്ടാകും എന്നൊരു നമുക്കൊരു ഉറപ്പാണ് വരുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ഉറപ്പാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഉറപ്പ് വരുന്നിടത്താണ് നമുക്ക് എന്താ പറയാ, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ ജീവിതത്തെ കയ്യിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ അവിടെ ബിലീഫും ട്രസ്റ്റും ഡിഫറെന്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ബിലീഫ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ വിശ്വസിക്കുന്നു. പക്ഷെ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അയൽവക്കംകാരുടെ കാര്യമൊക്കെ പറഞ്ഞത്, നമ്മൾ അവരെ വിശ്വസിക്കുന്നുണ്ട്, വാസ്തവമാണ്. പക്ഷെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ നമ്പറോ പാസ്വേഡോ ATM കാർഡോ അങ്ങനെയൊന്നും നമ്മൾ കൊടുക്കത്തില്ല അവർക്ക് അല്ലെ. പക്ഷെ അങ്ങനെയല്ല നമ്മളുടെ എന്താ പറയാ, അച്ഛന് അല്ലെ, നമ്മുടെ ഈ earthly ആയിട്ടുള്ള നമ്മുടെ അച്ഛൻ, നമ്മുടെ ഡാഡിക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിന് നമ്മൾ ATM കാർഡ് കൊടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യുന്നു, അവർ നമ്മളെ ചതിക്കത്തില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ട് നമുക്ക് അല്ലെ. എന്ന് പറഞ്ഞ പോലെയാണ് ദൈവത്തിന്, യേശുവിനെ നമ്മൾ അറിയുമ്പോൾ, അവനെ അറിയണം എന്നാണ് യേശുവിനെ നമ്മൾക്ക് അറിയണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വെറുതെ വിശ്വസിച്ചാൽ മാത്രം പോരാ, നമ്മൾ അറിയണം, ദൈവത്തിന്റെ മക്കളെ ദൈവത്തെ അറിയണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ, യേശുവിനെ അറിയുമ്പോൾ യേശുവിന്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാവും. ആ സ്വഭാവം എന്താണെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് യേശുവിനെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആശ്രയിക്കാൻ 100% നമ്മുടെ ഹൃദയം കൊണ്ട് ആശ്രയിക്കാൻ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ പൊതുവായിട്ടുള്ള സ്വഭാവം എടുത്തു നോക്കുമ്പോൾ, അല്ല ദൈവത്തിന്റെ ഏറ്റവും പൊതുവായിട്ടുള്ള സ്വഭാവം, ദൈവത്തെ എടുത്ത് നോക്കുമ്പോൾ, നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ സ്വഭാവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, വളരെയധികം വിശ്വസ്തമാണ് നമ്മുടെ ദൈവം. പിന്നെ മനുഷ്യവർഗത്തെ നശിപ്പിച്ച് കളയണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു ദൈവമാണ്. ഏതെങ്കിലും പഴുതുണ്ടെങ്കിൽ അല്ലെ, അതുവഴി ദൈവം നമ്മളെ രക്ഷപ്പെടുത്തിയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്ന് വിചാരിച്ചു നോക്കാം.
മോസസിനോട് ദൈവം പറഞ്ഞു, ഈ ഇസ്രായേൽ മക്കളെ പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ നശിപ്പിച്ചു കളയുന്നു പറഞ്ഞു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ കയ്യിലിരിപ്പ് അത്രയും മോശമായിരുന്നു, അല്ലെ? അവരുടെ കയ്യിലിപ്പ് അങ്ങനെ മോശമാണ്. മോസസ് ദൈവവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ ഇത് സ്വർണം കൊണ്ട് കാളനെ കൊണ്ടാക്കി അതിന്റെ ചുറ്റോടിയിട്ടും കിടന്ന് ഓടി നടക്കുന്ന പാട്ടുകളാണ്. അത് തന്നെയല്ല, പല പ്രാവശ്യമായിട്ട് ദൈവത്തിനെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ, അല്ല മടുപ്പിച്ചു കളയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളായിരുന്നു എന്താ പറയുക ഇസ്രായേലിലുള്ളവർ, ആൾക്കാർ, അന്നത്തെ ആൾക്കാർ, അല്ലെ? പക്ഷെ എന്നിട്ടും കൂടെ മോസസ് പറഞ്ഞപ്പോ അവർ നശിപ്പിച്ച് കളയരുത് എന്ന് പറഞ്ഞപ്പോ ദൈവം ഓക്കെ, ഞാൻ നശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ നശിപ്പിച്ച് കളയാൻ ദൈവത്തിന് ആഗ്രഹമില്ല. ബേസിക്കലി ദൈവത്തിന് ആഗ്രഹമേ ഇല്ല മനുഷ്യരെ നശിപ്പിക്കണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് മോസസ് പറഞ്ഞപ്പോ ദൈവം കേട്ടു, അല്ലെ? അല്ലാതെ നശിപ്പിച്ച് കളയണമെന്ന് താല്പര്യം ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യും? മോസസ് ഒരു മനുഷ്യനല്ല, ഒരു മനുഷ്യനല്ല. മനുഷ്യൻ പറയാൻ ദൈവത്തിന് കേൾക്കണം വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ മോസസ് പ്രാർത്ഥിച്ചപ്പോ തന്നെ ഇല്ല, ഞാൻ അവരെ നശിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു. കാരണം മനുഷ്യവർഗത്തെ നശിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ അജണ്ടയിൽപ്പെട്ട കാര്യമല്ല. മനുഷ്യവർഗത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്, മനുഷ്യവർഗത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്, നമ്മളെ ജഡ്ജ് ചെയ്യുക എന്നുള്ളതല്ല ദൈവത്തിന്റെ മനസ്സ്, അല്ലെ? അതാണല്ലോ യേശു പറഞ്ഞിരിക്കുന്നത്, സൺ ഓഫ് മാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ലോകത്തിലേക്ക് വന്നത് ജഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയല്ല, സേവ് ചെയ്യുന്നതിന് വേണ്ടി, രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതാണ് നമ്മുടെ ദൈവത്തിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മളൊരു ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുവാണെങ്കിൽ, അല്ലെ, നമ്മൾ ആശ്രയിക്കുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടുത്തേ ഉള്ളൂ, നമ്മൾ ഒരിക്കൽ പോലും നശിച്ചു പോകത്തില്ല. ഡേവിഡ് തന്റെ അഹങ്കാരം കാരണം, അങ്ങനെ തന്നെ പറയേണ്ടി വരും, അല്ലെ? ഡേവിഡ് തന്റെ അഹങ്കാരം കാരണം ഇസ്രായേലിന്റെ സെൻസസ് എടുക്കുന്നത് ദൈവത്തിൽ ആശ്രയമില്ല എന്നുള്ളത് കാണിക്കുന്നത് കൊണ്ടായിരുന്നു. ഡേവിഡിന് പല തെറ്റുകളും പറ്റിയിട്ടുണ്ട്, അവർക്ക് തെറ്റായിരുന്നു അത്, അല്ലെ? ദൈവത്തിനെതിരായിരുന്നു സെൻസസ് എടുത്തത്. അപ്പൊ സെൻസസ് എടുത്ത സമയത്ത് ജോവാബ്, അല്ലെ, ഡേവിഡിന്റെ ക്യാപ്റ്റൻ തന്നെ പറയുന്നുണ്ട്, എന്തിനാണ് ഇപ്പൊ കിങ് ഇത് ചെയ്യുന്നത്, ചെയ്യരുത്, അല്ലെ? അത് ദൈവത്തിനെതിരാണ്, എന്തിനാണ് കിങ് ഇങ്ങനത്തെ ഒരു ഓർഡർ ഇടുന്നത്? അത് ഇസ്രായേലിനെ കുറ്റത്തിലേക്ക് കൊണ്ടുവരുന്നല്ലേ, ഇസ്രായേലിനെ പാപം ചെയ്യിപ്പിക്കുന്നതിന്, പാപത്തിലേക്ക് നയിക്കുകയല്ലേ ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത്? അങ്ങനെ ചെയ്യരുത് എന്ന് ജോവാബ് പറഞ്ഞിട്ട് പോലും, ആർമി ക്യാപ്റ്റൻ പറഞ്ഞിട്ട് പോലും ഡേവിഡ് കുലുങ്ങിയില്ല, അല്ലെ? ഡേവിഡ് പറഞ്ഞു, അല്ല, അങ്ങനെയല്ല, സെൻസസ് എടുത്തേ പറ്റത്തുള്ളൂ. ദൈവത്തിന് ദേഷ്യമായി കഴിഞ്ഞപ്പോ ദൈവം എന്ത് പറ്റി? ഡേവിഡ് പിന്നെ ലേറ്റർ ഓൺ ഡേവിഡിന് മനസ്സിലായി എന്താ താൻ ചെയ്ത് തെറ്റാന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോ പശ്ചാത്തപിക്കണം, അല്ലെ? പശ്ചാത്താപം തോന്നി കഴിഞ്ഞപ്പോ ദൈവം ഡേവിഡിനോട് ചോദിച്ചു, ദൈവം എന്താ പറയുക, നീതി ന്യായമുള്ള വ്യക്തി, അല്ലെ? വെറുതെ ഓക്കെ പശ്ചാത്തപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ നിന്നെ വെറുതെ വിടുമെന്ന് പറഞ്ഞു, അങ്ങനെയല്ലല്ലോ. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ പശ്ചാത്താപിച്ചിട്ട് വരുമ്പോൾ ദൈവം എന്തുകൊണ്ടാണ് നമ്മളോട് ക്ഷമിക്കുന്നറിയാമോ? എന്തുകൊണ്ടാണ് ക്ഷമിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ക്രോസ് ഓഫ് കാൽവറിയിൽ യേശു ക്രിസ്തു നമ്മുടെ എല്ലാ പാപത്തിനുള്ള പരിഹാരം കണ്ടെത്തിയിരുന്നു, നമ്മുടെ എല്ലാ പാപത്തിനും വേണ്ടി സഹിച്ചിരുന്നു. യേശു ക്രിസ്തു സഹിച്ചു കഴിഞ്ഞു, അതുകൊണ്ടാണ് ദൈവം നമ്മളോട് ക്ഷമിക്കുന്നത്. യേശു ക്രിസ്തു ക്രോസ് ഓഫ് കാൽവറിയിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ ദൈവത്തിന് നമ്മളോട് ക്ഷമിക്കാൻ സാധിക്കത്തില്ല. കാരണം പാപത്തിന്റെ ഫലം എന്നുള്ളത് പറഞ്ഞാല് മരണമാണ്, അല്ലെ? ദൈവത്തിന്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ ലൈഫ്. പക്ഷെ പാവം മരണം കൊണ്ടുവരിക തന്നെ ചെയ്യും. പക്ഷെ നമ്മൾക്ക് വേണ്ടി ക്രോസ് ഓഫ് കാൽവറി യേശു പാപമായിട്ട് തീർന്നു, മരിച്ചു, സഹിച്ചു, വളരെയധികം സഹിച്ചു, മരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ദൈവം നമ്മളോട് ക്ഷമിക്കുന്നത്. അപ്പൊ അന്ന് ഇപ്പൊ ഡേവിഡിന്റെ കാര്യം പറയുമ്പോ 3 കാര്യങ്ങൾ ദൈവം പറയുന്നു. ഒന്നെങ്കിൽ ഞാൻ 3 വർഷം എന്താ പറയുക വരൾച്ച, ലാൻഡിൽ ഇസ്രായേലിലും വരൾച്ച ഉണ്ടാക്കാൻ പോവാണ്. വരൾച്ച ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാകത്തില്ല, വെള്ളം ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. 3 വർഷം ഞാൻ ഉണ്ടാക്കും. അല്ലെങ്കിൽ നിന്നെ എന്താ പറയുക ഇസ്രായേലിനെ 3 മാസത്തേക്ക് ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. അതല്ലെങ്കിൽ ഞാൻ 3 ദിവസം ഞാൻ കൊണ്ടുവരുന്ന പ്ലേഗ് നിനക്കുണ്ടാവും, അല്ലെ? ഇസ്രായേലിനെ ഞാൻ വരുത്തും. ഏതാണ് വേണ്ടത് നിനക്ക് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോ, നിനക്ക് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോ ഡേവിഡ് പറഞ്ഞത് ദൈവത്തിന്റെ കയ്യിൽ വീഴുക എന്നുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം കൊണ്ടുവന്ന പ്ലേഗ് അനുഭവിക്കാം എന്നാണ് ഡേവിഡ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാല് ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെ? അതാണ് ഡേവിഡ് ഉണ്ടായിരുന്ന ട്രസ്റ്റ്, അല്ലെ? അപ്പൊ നമ്മളോട് ദൈവം പറയുന്നത് വെച്ചാല് നമ്മുടെ ഹൃദയം ദൈവത്തിലായിരിക്കട്ടെ. പലർക്കും ദൈവത്തിൽ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, വിശ്വസിക്കാനല്ല, വിശ്വാസമുണ്ട്, പക്ഷെ എന്താ പറയാ ആശ്രയിക്കാൻ സാധിക്കുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് ജീവിതത്തെ കൊടുക്കാൻ
സാധിക്കുന്നില്ല അല്ലെ. എവിടെയൊക്കെയോ ഹോൾഡ് ചെയ്യുന്നു, എവിടെയൊക്കെയോ എൻ്റേത് എന്നും പറഞ്ഞ് വെക്കുന്നു ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ പല തീരുമാനങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്നു. ദൈവത്തിലെ ആശ്രയം കുറഞ്ഞു വരുന്നു. ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ പല ചർച്ചിന്റെ സിറ്റുവേഷൻ ഇതാ, എനിക്ക് താല്പര്യമുള്ള രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നു, എനിക്ക് ഗ്ലോറി ഉണ്ടാകുന്ന രീതിയിൽ ഞാൻ താല്പര്യം ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവത്തെ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മനുഷ്യർ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ആകാതിരിക്കുക എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഹൃദയം കൊടുത്ത് സ്നേഹിക്കുക. എന്ത് വന്നെന്ന് പറഞ്ഞാലും നന്മയ്ക്കായാലും തിന്മയ്ക്കായാലും നമ്മുടെ ദൈവം എന്താ പറയുക, നമ്മൾ ഉപേക്ഷിച്ചു കളയത്തില്ല അല്ലെ. തിന്മയെന്ന് ഞാൻ പറഞ്ഞു, ചില ട്രയലുകൾ വന്നാലും അതിന്റെ ഒപ്പം നമ്മുടെ ദൈവമുണ്ട്. നമ്മുടെ ദൈവം അറിയാതെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കത്തില്ല. നമ്മുടെ ദൈവം അറിയാതെ ഒരു കാര്യവും ഇല്ല, നമ്മുടെ ജീവിതത്തിലില്ല. എന്നും നമ്മുടെ കൂടെ ഉണ്ട്. നിന്നെ ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവാണ് അല്ലെ. അപ്പൊ കൂടെ എന്നും ഉണ്ടാവും. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവവുമായിട്ട് ഒരു ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക നിങ്ങൾ അല്ലെ. എന്നോട് ഞാനും അങ്ങനെ തന്നെ പറയുന്നത്. ദൈവവുമായിട്ട് ഒരു ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകുക. നമ്മൾ ദൈവത്തില് യേശുവില് ഡീപ്പ് ആയിരിക്കുക എന്നുള്ളതും, ദൈവത്തിൽ യേശുവിൽ നമ്മൾ ഹിഡൻ ആയിരിക്കുക എന്നുള്ളതും, യേശുവിലായിരിക്കുക എന്നുള്ളതും അത് പിതാവിന്റെ എന്താ പറയാ, പിതാവിന്റെ കൽപ്പനയാണത്. അല്ല, അത് വെറുതെ പിതാവ് ഒരു കാര്യം പറയുന്നില്ല. നമ്മൾ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവുക, യേശുവിൽ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുക, യേശുവിൽ നമ്മൾ ബിൽഡപ്പ് ആയിരിക്കുക, യേശുവിൽ നമ്മൾ ഉറച്ച ഒരു ഫൗണ്ടേഷൻ ഉള്ളവർ ആയിരിക്കുക, യേശുവിൽ നമ്മൾ കെട്ടിപ്പടുത്തവരായിരിക്കുക. അത് ദൈവത്തിന്, പിതാവിന്റെ ആഗ്രഹമാണ്. സ്വന്തം മകനെ പോലെയായി തീരുവാൻ നമ്മൾ എന്നുള്ളത് അല്ലെ. ദൈവത്തെ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവം വെറുതെ പറയുന്ന കാര്യമില്ല, അത് കൽപ്പനയാണ്. അങ്ങനെ ഇപ്പോൾ ഡീപ്പായിട്ട് റിലേഷൻഷിപ്പ് വേണം. അത് ദൈവത്തെ ആശ്രയിക്കുക. എന്ത് വന്നാലും എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല എന്നുള്ളൊരു വിചാരം, ഒരു ഉറപ്പ് ദൈവത്തിൽ ഉണ്ടാകുക. അതനുസരിച്ച് മുമ്പോട്ട് പോകുക. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ജീവിതമായിരിക്കും അല്ലെ. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, നശിപ്പിക്കാൻ ചുറ്റും നമ്മളെ ചുറ്റും നടക്കുന്ന ഒരുത്തനുണ്ട്, പിശാച്. അത് നമ്മളുടെ ട്രസ്റ്റ് നമ്മുടെ ദൈവത്തിൽ എത്രമാത്രം ഉണ്ടോ അതനുസരിച്ചിരിക്കും അവന്റെ അറ്റാക്ക് നമ്മുടെ ജീവിതത്തിൽ കുറയുന്നത് അല്ലെ. പിശാചിന്റെ അറ്റാക്ക് നമ്മുടെ ജീവിതത്തിൽ കുറയണമെങ്കിൽ നമ്മൾ എത്രമാത്രം ഡീപ്പായിട്ട് യേശുവിലായിരിക്കുന്നു, എത്രമാത്രം നമ്മൾ യേശുവിൽ വളർന്നിട്ടുണ്ടോ, എത്രമാത്രം നമ്മുടെ ദൈവത്തിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ അതനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്നും ബേബി ക്രിസ്ത്യനായിട്ട് ഇരിക്കുവാണെങ്കിൽ പിശാച് തലങ്ങും വിലങ്ങും ചവിട്ടും നമ്മളെ പിടിച്ച് അല്ലെ. കാരണം അവൻ ഒന്ന് തുമ്മിയാൽ നമ്മളുടെ എന്താ പറയാ, പ്രാണൻ കടന്ന് ഇടിക്കും അല്ലെ, ചങ്കിടിക്കും. പിശാച് നമ്മുടെ അടുത്തേക്ക് വന്നേക്ക് നമുക്ക് പേടിയായിപ്പോകും. പക്ഷെ എന്താ പറയുക, ഒരു വൃക്ഷം പോലെയാണ് യേശുവിൽ നമ്മൾ നിൽക്കുന്നതെങ്കിൽ, നമ്മുടെ ദൈവം നമ്മളെ എപ്പോഴും കരുതുന്നു. തന്റെ പിറന്റെ കീഴിൽ തന്റെ കോഴിക്കുഞ്ഞുങ്ങളെ അടുക്കി വെച്ചിരിക്കുന്നില്ല, അങ്ങനെ അടുക്കി വെക്കാൻ താല്പര്യപ്പെടുന്ന ദൈവം നമ്മുടെ ദൈവം അല്ലെ. 91-ാമത്തെ സങ്കീർത്തനത്തിൽ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ദൈവത്തെ എന്റെ ആലയമാക്കിയിരിക്കുന്നുണ്ട്, ഒരു അനർത്ഥവും എന്റെ ജീവിതത്തിൽ വരത്തില്ല എന്നാ എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ യേശുവിലായിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം, നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കും, നമ്മുടെ ട്രസ്റ്റ് കംപ്ലീറ്റ്ലി ദൈവത്തിലായിരിക്കുമ്പോൾ പിശാചിന് ആദ്യം പഴുതില്ല നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ. അപ്പൊ അതൊന്നും മനസ്സിലായിരിക്കുക. നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ ഹൃദയം യേശുവിന് കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയം യേശുവിന് കൊടുക്കുക അല്ലെ. ഒരുപാട് സമയം യേശുമായിട്ട് സ്പെൻഡ് ചെയ്യുക, ഒരുപാട് പ്രാർത്ഥിക്കുക അല്ലെ, ഒരുപാട് കൂടെ ഇരിക്കുക അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു അങ്ങനെയായിരുന്നല്ലോ അല്ലെ. രാത്രി മൊത്തം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു അല്ലെ. ശിഷ്യന്മാരൊക്കെ കൂടെ ഉണ്ടായാലും ശിഷ്യന്മാര് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ യേശു പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം തന്റെ പിതാവുമായിട്ട് അത്രയധികം അടുത്താണ് ഇരിക്കുന്നത്, അത്രയധികം ട്രസ്റ്റ് ചെയ്തിരിക്കും, അത്രയധികം അറ്റാച്ച്ഡ് ആണ് യേശു ക്രിസ്തു അല്ലെ. ഇപ്പൊ അങ്ങനെയായിരിക്കും. യേശുവാണ് ആ മുന്തിരി അല്ലെ, മുന്തിരി ചെടി, നമ്മളാണ് അതിന്റെ ശാഖ. അപ്പൊ അങ്ങനെയായിരിക്കട്ടെ, ഒരുപാട് അടുത്തായിരിക്കട്ടെ. അല്ലെങ്കിൽ ഈ ഇരുട്ട് ഈ ലോകത്തിലെ ഇരുട്ട് കൂടിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പൊ ആ ഇരുട്ട് നമ്മുടെ ജീവിതത്തിലേക്കും ബാധിക്കാതിരിക്കണമെങ്കിൽ യേശുവിലായിരിക്കുക അല്ലെ. യേശുവിലായിരിക്കുകയാണ് നമ്മൾ എന്നുള്ളതാണ് പിതാവിന്റെ ആഗ്രഹം. അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ ജീവിതം. അതാണ് എനിക്ക് പറയാനുള്ളത് അല്ലെ. ഡേവിഡ് പറഞ്ഞ പോലെ പലരും പലതിലും ആശ്രയിക്കും, ചിലര് ചാരിയറ്റില്, ചിലര് ഹോഴ്സസില്, പക്ഷെ നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ ദൈവത്തിലാണ്. അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ ആശ്രയം അല്ലെ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു കർത്താവേ.
അങ്ങയുടെ സ്നേഹം പോലത്തെ സ്നേഹമില്ല നാഥ. താങ്ക് യു ജീസസ് മാസ്റ്റർ കർത്താവ്. ഞങ്ങളെ കണ്ടതിനടുത്ത് നന്ദി, ഞങ്ങളെ തേടി എത്തിയതിനടുത്ത് നന്ദി, ഞങ്ങൾ ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയത്തില്ല എന്നുള്ളതിന് നന്ദി കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗാഡ്. അങ്ങുമായിട്ട് ഞങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകട്ടെ കർത്താവിനോട് ഫാദർ ഗാഡ്. അതിനുള്ള കൃപ തന്നെ അപേക്ഷിക്കുന്ന കർത്താവ്. ഞങ്ങൾ ഹോളി സ്പിരിറ്റിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തികളായിരിക്കട്ടെ കർത്താവ്. മൈറ്റി ഫാദർ, ഞങ്ങളുടെ ജഡത്തിന്റെ മോഹത്തിലും ജഡത്തിന്റെ ജീവിതത്തിലും കർത്താവ്, അതിന്റെ ആ ജഡത്തിലും ആശ്രയിച്ചുള്ള ജീവിതം ഞങ്ങൾ ജീവിക്കാതിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സകല ഏരിയയിലും കർത്താവെ നാഥനായിട്ട് അങ്ങ് തന്നെ ഉണ്ടായിരിക്കട്ടെ. അങ്ങ് ലോർഡാണ് കർത്താവെ, അങ്ങ് മാസ്റ്ററാണ് കർത്താവ്, അങ്ങ് മെസ്സയാണ് കർത്താവെ. അങ്ങ് തന്നെ ആയിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സകല ഏരിയയിലും അങ്ങ് തന്നെ ആയിരിക്കട്ടെ ലോർഡ്. പ്രേസ് ആൻഡ് വർഷിപ്പ് കർത്താവ്. കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓ മാസ്റ്റർ കൂടെ അവരെ കൂടെ ഉണ്ടായിരിക്കുന്നത് അപേക്ഷിക്കുന്നു. പാപങ്ങളിൽ ക്ഷമിച്ചു കൊടുക്കുന്നത് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിന് ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.